ഈശോമിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ വികാരിയച്ച പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട അമലെ, അഞ്ജുവെ, ഇവരുടെ രണ്ടുപേരുടെയും വിവാഹ വാഗ്ദാനത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് അരുവിക്കുഴി ലൂർദ് മാതാ ചർച്ചില് ഈ ദേവാലയത്തില് നമ്മൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്നത്. ഈ ദേവാലയം സാക്ഷിയാക്കി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദിവസത്തിൽ, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇന്നയാളെ വിവാഹം ചെയ്തുകൊള്ളാമെന്ന് ദൈവത്തിരുമുമ്പിൽ വാക്ക് കൊടുക്കുകയാണ്. അതിന് സാക്ഷ്യം വഹിക്കുവാനും ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും ഒക്കെയായിട്ടാണ് നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. അമല് വന്നിരിക്കുന്നത് മണിക്കുളം സെന്റ് ജോസഫ് ഇടവകയിൽ നിന്നാണ്. അരുവിക്കുഴി എന്ന് പറയുന്നത് ലൂർദ് മാതാ ചർച്ചാണ്. ജോസഫും മേരിയും സുവിശേഷാത്മകമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന വ്യക്തികളാണ് എന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, ഇവരുടെ പേരുകളുടെ സാമ്യം പോലും നിങ്ങൾ മിക്കവാറും ശ്രദ്ധിച്ചു കാണുമായിരിക്കും. എയിൽ ആരംഭിക്കുന്നതാണ് അമലും അഞ്ജുവും. അങ്ങനെ ഇവർ ഏറ്റവും ആദ്യം കൂട്ടി യോജിക്കണം എന്നുള്ള കാര്യം തീരുമാനമെടുത്തത് ദൈവത്തിന്റെ മനസ്സിലായിരുന്നു എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയധികം സാദൃശ്യങ്ങൾ നിങ്ങളോട് കൂട്ടി യോജിപ്പിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ഇന്ന് ഈ വിവാഹ വാഗ്ദാനം നടത്തുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് അമലിന്റെ ഫാദർ ദീർഘകാലം ദേവാലയത്തില് കൈക്കാരനായിട്ടും പള്ളി കമ്മിറ്റി അംഗമായിട്ടും ഒക്കെ സേവനം ചെയ്തു വരുന്ന വ്യക്തിത്വമാണ്. ഞാൻ ഗുജറാത്തിലായിരുന്നു ദീർഘകാലം. അതിനുശേഷം തിരികെ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹമായിരുന്നു കൈക്കാരൻ. എന്നെ ഇരു കൈകളും നീട്ടിക്കൊണ്ട് ഈ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്തതും അദ്ദേഹമാണ് എന്നുള്ളതിന്റെ ആ വലിയൊരു നന്ദി ഇന്നും എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ വിവാഹ വാഗ്ദാനത്തിന് ഞാൻ എത്തിച്ചേരുവാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. നല്ല ഒരു പിതൃവാത്സല്യത്തോടുകൂടി കേരളത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നോക്കിക്കാണുന്ന ഒരു വ്യക്തിത്വം. അത് മാത്രമല്ല, ആ ഭവനം മുഴുവനും ദേവാലയവും ദേവാലയ കാര്യങ്ങളോടും വളരെ 100% കൂറ് പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ക്രൈസ്തവ കുടുംബം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൈക്കാരന്മാരുൾപ്പെടെ കള്ളി കമ്മിറ്റിക്കാരുൾപ്പെടെ എല്ലാവരും ഇവിടെ ഈ ഒരു വിവാഹ വാഗ്ദാനത്തിന് അരുവിക്കുഴി എന്ന് പറയുന്ന ഈ ദേവാലയത്തിൽ സന്നിഹിതനാണ് എന്നുള്ളതിന്റെ കാര്യവും ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവരുടെ മനസ്സിൽ ഏറ്റവും ആദ്യം തോന്നിയ കണ്ടുമുട്ടലിന്റെ ഏറ്റവും ആദ്യം തോന്നിയ ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടമാണ് വിവാഹ വാഗ്ദാനത്തിനായിട്ട് ഈ ദേവാലയത്തിൽ കൂടിച്ചേരുവാൻ വേണ്ടി ഇവിടെ ഇടയാക്കിയിരിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ആ ഇഷ്ടം ഒത്തിരിയേറെ വളർന്ന് ഇനി അത് എന്തായിട്ട് തീരണം എന്നുള്ള കാര്യം ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ഈ ഇഷ്ടത്തിന്റെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് സ്നേഹമായിരിക്കണം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചത് ദൈവമാണെങ്കിൽ ഇനി നിങ്ങളെ മുന്നോട്ട് നയിക്കേണ്ട പ്രധാന ഘടകം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം ഒന്ന് മാത്രമായിരിക്കണം മുന്നോട്ട് നയിക്കേണ്ടത്. ഇനി നിങ്ങൾ സ്വീകരിക്കുവാൻ പോകുന്നത് വിവാഹം എന്ന കൂദാശയാണ്. വിവാഹ വാഗ്ദാനം എന്ന് പറയുന്ന കൂദാശ അനുകരണമാണെങ്കിൽ അതിനേക്കാൾ ഒരു പടി കൂടി ദൈവാനുഗ്രഹത്തിന്റെ കൃപയോടെ തീർച്ചാൽ ഒഴുകുന്ന ഒരു മേഖലയാണ്, വിശുദ്ധീകരിക്കുന്ന കർമ്മമാണ് വിവാഹം എന്ന കൂദാശ എന്ന് പറയുന്നത്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഒരുക്കത്തിന്റെ ദിനങ്ങളായിരിക്കണം ഇനി നിങ്ങളെ സംബന്ധിച്ചോളം ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. തിങ്കളാഴ്ച 11 മണിയാകുമ്പോൾ നിങ്ങളുടെ ഈ വലിയ ആഗ്രഹം, ആ സ്നേഹം ദേവാലയത്തിൽ വെച്ചുകൊണ്ട് പ്രകടമാക്കിക്കൊണ്ട് വിവാഹമെന്ന കൂദാശയിലൂടെ നിങ്ങൾ ഒന്ന് ചെയ്യുവാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൃപയുടെ നേർച്ചാലുകൂടി
ഈ ഒന്നുചേരൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ എത്രമാത്രം ഒരുങ്ങണം എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത്. എങ്ങനെ ഒരുങ്ങണം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ മുഴുവനും പ്രാർത്ഥനയിൽ ചെലവഴിക്കുക. പറ്റുമെങ്കിൽ ഞാൻ പറയും, ഇനിയുള്ള ദിവസങ്ങൾ മുഴുവനും ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേരുക. അത് മാത്രമല്ല, സന്ധ്യാപ്രാർത്ഥനയിലും ബൈബിൾ പാരായണത്തിലും ഇടപെടാതെ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ കൂടി, തുറവിയോടുകൂടി മുന്നോട്ട് പോകുവാൻ വേണ്ടി സാധ്യതമാകണം എന്നുള്ളതാണ് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുങ്ങി ഈ ഒരു കുദാശ സ്വീകരിക്കുമ്പോൾ കൃപയുടെ നേർച്ചാല് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഈ ഒരു കുടുംബ ജീവിതത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ദൈവം കൂടെയുണ്ട് എന്നുള്ള തോന്നൽ പോലും അവിടെ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ കൂടി ചേർന്ന് കഴിയുമ്പോൾ അവിടെ പോരായ്മകളായിരിക്കരുത് മുൻപന്തിയിൽ നിൽക്കുന്നത്. എപ്പോഴും നിറവുകളായിരിക്കണം മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പരസ്പരം മനസ്സിലാക്കുക, മനസ്സിലാക്കിയ മാത്രം പോരാ, മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്, സ്നേഹമായിരിക്കണം നിങ്ങളുടെ കുടുംബജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. സ്നേഹമുണ്ടെങ്കിൽ വിട്ടുവീഴ്ച അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കുറവുകളല്ല അവിടെ നോക്കുന്നത്, സ്നേഹം കൊണ്ട് ആ കുറവുകളെ മൂടുന്നതാണ് അവിടെ നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുക, സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുക. അതിൻ്റെ എല്ലാം അടിസ്ഥാന ഘടകം ദൈവികമായ സ്നേഹമായിരിക്കട്ടെ എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. തിങ്കളാഴ്ച ആഗതമായി കഴിയുമ്പോൾ നിങ്ങളുടെ ആ വിവാഹം അതിന്റെ പൂർണ്ണതയിൽ നടക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാ കൃപാവരങ്ങളും നിങ്ങൾക്കായിട്ട് ഒരുക്കി നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട അമലെ, പ്രിയപ്പെട്ട അഞ്ചു, സ്നേഹപൂർവ്വം നിന്നെ മണിയകുളം ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സമയത്തിന്റെ പൂർണ്ണതയിൽ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി പ്രാർത്ഥിച്ചൊരുങ്ങി മണിയകുളം ഇടവകയിലേക്ക് വന്നുകൊള്ളുക. സ്വീകരിക്കുവാനായിട്ട് വികാരിയച്ഛൻ എന്ന നിലയിൽ ഞാനും അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങളെല്ലാവരും അവിടെ ഈ ഒരു വിവാഹത്തിന് വേണ്ടി സാക്ഷ്യമായിട്ട് ഞങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി ഉറപ്പ് നൽകുന്നു. പ്രാർത്ഥിച്ചൊരുങ്ങി വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. അങ്ങനെ സ്നേഹപൂർവ്വം നിങ്ങളുടെ ഈ ഒരു കുടുംബജീവിതം ദേവാലയത്തിൽ കൂദാശയോടുകൂടി ആരംഭിക്കുവാൻ എല്ലാ കൃപാവരങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.